ദുബായ് MOH ആണോ? അവിടെയൊക്കെ മിനിസ്ട്രി സ്റ്റാഫിന് റെന്റ് അലവൻസ് ഉണ്ടോ? സോണിയ. ദുബായ് MOH അല്ല, അബുദാബി DOH ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത്. ഹാദെന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് സ്റ്റാഫിന് ഹൗസിംഗ് അലവൻസ്. സ്റ്റാഫിന് നേരത്തെ ഹൗസിംഗ് അലവൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും ഫ്ലാറ്റ് എടുക്കുക, ആ ഫ്ലാറ്റ് ഓണർക്ക് ലാൻഡ് ലോഡിന് അത് പേയ്മെൻറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത് മൊത്തത്തോടെ നമുക്ക് സാലറി ആയിട്ട് തരുവാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇതുവരെ അപ്പം ഇപ്പോൾ ഞങ്ങൾ വരെ ഉള്ളവർ, പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുന്നവർക്ക് എനിക്ക് മൊത്തത്തോടെ ഒരു സാലറി ആണെന്ന് തോന്നുന്നു. അതിനകത്തൊന്നും വേണമെങ്കിൽ നിങ്ങൾ ഹൗസിങ്ങിനായിട്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, പുതിയ റിക്രൂട്ട്മെൻറ്റ് കേട്ടോ. ജിഷ അനീഷ്, എപ്പോഴും ദേഷ്യം കാണിച്ചിരിക്കുന്ന ഹസ്ബൻഡിനെ എങ്ങനെ മാറ്റിയെടുക്കാം? ദുബായിൽ ഇനി എന്താ ജോബ് കിട്ടുക? മര്യാദയ്ക്ക് ഖത്തറിൽ താമസിച്ചിരുന്നതാ, ജർമ്മനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്ന ഹസ്ബൻഡിന്. ഇപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലായി താമസം. ജർമ്മനി വന്ന ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി. എപ്പോഴും ദേഷ്യം കാണിച്ചിരിക്കുന്ന ഹസ്ബൻഡിനെ എങ്ങനെ മാറ്റിയെടുക്കാം? ഉപേക്ഷിക്കുക. അല്ലെ പിന്നെ എപ്പോഴും ദേഷ്യം കാണിച്ചാൽ മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അതല്ലേ ഉപേക്ഷിച്ചോ കേട്ടോ, മാറ്റിയെടുക്കാം. ദുബായിൽ ഇനി അതിന് 2 ദിവസം ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ ദേഷ്യമൊക്കെ നീന്തോളും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുക, അപ്പം പുറകെ വന്നതായിരിക്കും അല്ലേ? അല്ല പറ, അനുഭവത്തിൽ പറ. ജസ്റ്റിക്ക് അത് അറിയത്തില്ലേ, കാരണം എന്നെപ്പോലെ ഒരു പാവം പിടിച്ച പെങ്കൊച്ചനെ കിട്ടിയോണ്ടേ ചേട്ടായി കോഫി എന്നൊക്കെ പറഞ്ഞ് ദുബായിൽ ഇനി എന്താ ജോബ് കിട്ടുകയെന്ന്. ദുബായിൽ ഇപ്പോൾ എല്ലാ ജോബിനും വേക്കൻസീസ് ഉണ്ടല്ലോ. മര്യാദയ്ക്ക് ഖത്തർ താമസം ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയില്ല. ജർമ്മനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നോക്കുമ്പോൾ ഇക്കരെ പച്ച അല്ലേ? അതായിരിക്കും സംഭവം. പിന്നെന്തുവാ എടുക്കെടുക്കെടുക്ക. ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ തമ്മിൽ ഏജിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? ഒരു നേഴ്സ് അല്ലാണ്ട് ഇൻ കേസ് നേഴ്സ് അല്ലായിരുന്നു എങ്കിൽ വേറെ ഏത് ജോബായിരുന്നു ഇൻട്രസ്റ്റ്? നിങ്ങൾ തമ്മിൽ കൂടുതൽ അടി കൂടുന്നത് എന്ത് കാര്യത്തിലാണ്? കോഫിയാണോ ചേട്ടന് ഇഷ്ടം? കോഫിയാണോ ചേട്ടനെയാണോ ഇഷ്ടം? മസ്റ്റ് റിപ്ലൈ ക്വസ്റ്റ്യൻ. കോഫിയും കൊണ്ട് വരുന്ന ചേട്ടന്. ബാക്കി ക്വസ്റ്റ്യൻ എന്താ? ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടി കൂടുന്നത് എന്തിനാന്നോ? ഫോണിങ്ങനെ ഞാൻ നോക്കി പറട്ടെ. എനിക്ക് മെമ്മറിയുടെ പ്രശ്നമുണ്ട്, ഓർത്തൊക്കെ വേടാ. ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാട്ടാ. ചേട്ടൻ എത്തിമാർ ഇന്റർനാഷണൽ ഹോൾഡിംഗിൽ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഗ്യാപ്പ് ഉണ്ട്? ഞങ്ങൾ കണ്ടിട്ട് വാ, എത്ര ഏജ് ഗ്യാപ്പ് കാണും? എന്തൊന്ന് 5? ഞാൻ ജസ്റ്റേക്കാൾ 5 വയസ്സിൽ മൂത്താന്നായിരിക്കും പറയാൻ വരുന്നത്. എന്തോ 5? ഞാനും ജസ്റ്റ് ഒരേ ക്ലാസ്സിൽ പഠിച്ചാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഊഹിക്കാലോ ഞങ്ങൾ രണ്ടും സെയിം പ്രായമാണ്. അത് തന്നെ ഒരു നേഴ്സ് അല്ലാണ്ട് ഇൻ കേസ് നേഴ്സ് ഒരു നേഴ്സ് ഞാൻ സെലക്ട് ചെയ്തേനെന്ന് പറയാനുണ്ട്. ജസ്റ്റ് ആൾക്കാർ സത്യം എന്ന് വിചാരിക്കണം. തെണ്ടി നീ ചുമ്മാ ഇരുന്ന് തെണ്ടിത്തരം പറഞ്ഞാൽ ഞാൻ നോണ പറയാനുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് നേഴ്സ് അല്ലായിരുന്നു, എനിക്ക് LLBക്ക് പോകാനായിരുന്നു ഇഷ്ടം കേട്ടോ. പക്ഷെ ആ മോഹം വീട്ടുകാർ നുളയിലെ മുള്ളിതല്ല, ഞാൻ തന്നെ ഓർത്ത് LLBക്ക് പോയി എത്ര വർഷം എൻ്റെ വെറുതെ പോകും. അത് അതിൻ്റെ അകത്ത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ അടിയിൽ, ആ സെയിം ക്വസ്റ്റ്യൻ. കോഫിയാണോ ജസ്റ്റ് ആണോ ഞാൻ പറഞ്ഞില്ലേ. അടുത്ത് നാട്ടിൽ ക്രിസ്മസിന് പോകുന്നുണ്ടോ? ജസ്റ്റി പപ്പയെ കാണിക്കണം. ലവ് മാരേജ് ആണോ? ജസ്ന തോമസ് നമ്മുടെ കുടുംബത്തിലെ ജസ്ന തോമസ് ആണോ? നാട്ടിൽ ക്രിസ്മസിന് പോകുന്നുണ്ടോന്ന് തീരുമാനിച്ചില്ല, അറിയില്ല. ഞങ്ങളെ ഇല്ല എന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് പോകുമായിരിക്കും. ക്രിസ്മസിന് മിക്കവാറും പോകുമല്ല, എനിക്ക് ലീവില്ല ക്രിസ്മസിന്. പിന്നെ ജസ്റ്റിയുടെ പപ്പായെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി അത് കാണിക്കാൻ പറ്റത്തില്ല. മുമ്പേ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പപ്പയുടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, ഇഞ്ചക്ഷൻ കോട്ടയിൽ നിന്നുള്ള ഓർഡറുകളുണ്ട്. പിന്നെ എന്താണ് ഇനി പപ്പായെ കാണിച്ചത് പപ്പാടത്തെ കേസ് കൊടുക്കാൻ? അല്ല, വേറെ ആണ്ട് അതിന്റെ ബാക്കി ചോദിച്ചായിരുന്നു. ലവ് മാരേജ് ആണോ എന്ന്? അതെ അടുത്ത് പറഞ്ഞു. ചേച്ചി UAE എത്ര ഇയർ ആയി വർക്ക് ചെയ്യുന്നു? അവിടെ ഇപ്പോൾ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഞാൻ 15 വർഷമായിട്ട് UAE വർക്ക് ചെയ്യുന്നു. ഓഫ് കോഴ്സ് ഇവിടെ ഇപ്പോഴും നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പം പണ്ടത്തെ അത്രയും സാലറി ഒന്നും അല്ല, പണ്ടത്തെ അത്രയും എന്താ പറയുക, അലവൻസുകളൊന്നുമില്ല. ഹൗസിംഗ് അലവൻസ് അങ്ങനെ ഒത്തിരി അലവൻസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സാലറിക്കകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, സാലറി ഉണ്ട്. ഷൈനി ജോഷു, Kochi, I am coffee person. For the last few years, I controlled drinking and going on. But when I started watching your videos,
I lost the control and start drinking it again 3 to 4 cups a day. അയ്യോ, Any plan for the higher studies? Why can you buy a house and settle down? ഇവിടെയോ? ഇവിടെ സെറ്റിൽ ചെയ്യുന്നില്ല. ഇവിടെ ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും ലക്ഷ്യം, ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് എബ്രോഡ്, ഐ മീൻ വേറെ യൂറോപ്യൻ അമേരിക്കൻ കൺട്രീസിലൊന്നും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഫിൻലാൻഡ്. ഈ സ്റ്റാൻഡ് എടുത്ത് അലവണ്ടൊക്കെ കഴിക്കും. ഞങ്ങൾ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടുന്ന് കുറച്ച് വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് മടുത്തല്ല, കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി സമാധാനത്തോടെ, ഞങ്ങൾക്ക് നമ്മുടെ നാട് ഇന്ത്യ, കേരളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഇന്ത്യ തന്നെ മതി. ഇന്ത്യ ബെസ്റ്റ്. മജിദ ഫർസാന, ചേച്ചി, did you get enough sleep after taking large portion of coffee every day? How do you manage your sleep cycle? എൻ്റെ അല്ല തന്നെ എനിക്ക് ഉറക്കമില്ലാത്ത ഒരാളാണ്. ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ചിലപ്പോൾ കിടന്നുറങ്ങും. അങ്ങനെ എനിക്ക് കാപ്പ് കുടിച്ചോണ്ട് ഉറക്കക്കുറവൊന്നുമില്ല, അല്ലാതെ തന്നെ എനിക്ക് ഉറക്കക്കുറവുള്ള ആളാണ്. അക്ഷയ, did you plan earlier to settle in UAE with your family or circumstances had put you to choose it? കഴിഞ്ഞോ? അത്രേ ഉള്ളോ? സർക്കംസ്റ്റാൻസസ് എന്നെ ചൂസ് ചെയ്യിപ്പിച്ചതല്ല, പക്ഷേ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണോ ചോദിച്ചാൽ എന്തോ ഞാൻ പറയണ്ടേ, ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിനൊക്കെ മുമ്പേ വന്ന് ഇവിടെ വന്ന് ജോലിയായി, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു, പിന്നെ ജസ്റ്റ് വന്നു, പിന്നെ ഇവിടെ ആയി, ഇവിടെ കൊച്ചായി, ഫാമിലിയായി. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ എബ്രോഡ് എല്ലാം, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അമേരിക്ക, ഫിൻലാൻഡ് ഹോട്ടൽ പോയവരുണ്ട് കേട്ടോ. ഒക്കെ പോയപ്പോഴും ഞങ്ങൾ പോകാൻ എന്നാന്ന് വെച്ചാൽ ജസ്റ്റിക്കകത്തെ കൺട്രീസ് ഒന്നും പോകാൻ താല്പര്യം, എന്നാ പറ നീ. തലക്കുള്ള കുഴപ്പമുണ്ട് ജസ്റ്റ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സാലറി ഉണ്ട്, നല്ല ജോലിയുണ്ട്. നമ്മൾ ഫിസിക്കലി മെൻ്റലി അല്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി നേഴ്സിംഗ് എടുത്ത് ഇപ്പോൾ മെൻ്റലി അൺസ്റ്റേബിൾ ആയെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഫിനാൻഷ്യലി മെൻ്റലി ഫിസിക്കലി ഒക്കെ സ്റ്റേബിളാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങനെ വേറെത്തോട്ടും പോകാൻ തോന്നിയില്ല ഇതുവരെ. പിന്നെ വേറൊരു കാര്യം, ഈ ജസ്റ്റിയുടെ കാര്യം ഞാൻ പറയാം. ഈ ജസ്റ്റിക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറിയും ജോലിയൊന്നും വേറൊരു കൺട്രി ചെന്നാലും കിട്ടുകയില്ല. ഈ സുഖം ഇതാകുമ്പോൾ ഇവിടെ നിന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് മസാല ദോശയോ ബിരിയാണിയോ അതോ ഇതോ എന്ത് വേണേലും വിളിച്ച് പറയാം. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ബ്രെഡ് ജാം തേച്ച് ജീവിക്കാൻ ജസ്റ്റിക്ക് പറ്റത്തില്ലെന്നേ. അതാണ് മെയിൻ കാര്യം. പിന്നെ ഈ സാലറി ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ജസ്റ്റിക്ക് കിട്ടുന്ന ഈ സാലറി ഒന്നും പുറത്ത് ഇതൊന്ന് UAE ആണെന്ന് തോന്നുന്നു. IT-ക്ക് നഴ്സിങ്ങിനൊക്കെ ഏറ്റവും നല്ല സാലറി കൊടുക്കുന്ന കൺട്രി എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നു. പിന്നെ എൻ്റെ അടുത്തുനിന്ന് പുറത്ത് പോയവരൊക്കെ പറഞ്ഞേക്കുന്നത് ഇവിടെ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതാണ് ഇത്രയൊക്കെ മതി. You have plans to come back to your hometown and live there on any time in your life? Of course, അല്ലേ? അതാണ് ഞങ്ങളുടെ പ്ലാൻ, ഹോം ടൗണിലോട്ട് തിരിച്ചു വന്ന് അവിടെ സെറ്റിൽ ആവാനായിട്ട്. നിഷ ഡാനിയൽ, a big fan of you. താങ്ക് യു നിഷ, ലവ് യു. ബെറ്റി ജോസ്, നൈറ്റ് ഡ്യൂട്ടി ഇല്ല? നൈറ്റ് ഡ്യൂട്ടി ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കുറേ വർഷമായി, ഒരു 4-5 വർഷമായി ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട്. സോളി എൽസം, ഹായ് ചേച്ചി, വ്ളോഗൊക്കെ കാണാറുണ്ട്, കൊള്ളാം. പിന്നെ ഒരു ഡൗട്ട്, സേഹയിൽ എങ്ങനെ ജോലി കിട്ടും? എല്ലായിടത്തും റെക്കമെൻഡേഷൻ ഒക്കെയാണ് ചോദിക്കുന്നത്. അവിടെ എൻഡോസ്കോപ്പി നഴ്സിന് വേക്കൻസി ഉണ്ടെന്ന് ഒന്ന് പറയാമോ? എൻഡോസ്കോപ്പി ഉണ്ടെന്നറിയാം. എൻഡോസ്കോപ്പി നഴ്സിങ്ങിന് വേക്കൻസി ഞാൻ കണ്ടിട്ടുണ്ട്. എൻഡോസ്കോപ്പി എനിക്കറിയില്ല. സേഹയിൽ ജോലി കിട്ടാൻ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോ കണ്ടോ? അനശ്വര, ചേച്ചി ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു, എങ്ങനെ ചേട്ടനെ കണ്ടുപിടിച്ചു? അതും പറഞ്ഞിട്ടുണ്ട് അനശ്വര, പ്ലീസ്. വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, ലവ് മാരേജ് ആയിരുന്നു ചേട്ടന്. ഞാനും ചേട്ടനും ഒരേ ക്ലാസ്സിൽ പഠിച്ചോണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു. Highly, as per my understanding, you are an ICU nurse. How you deal with stressful emergencies on daily basis? I always feel that your humor-loving nature is the impact of your job. I always feel you are really a barrel of laughs when you chit-chat with us. ഞാൻ ഓഫ് കോഴ്സ് an ICU നഴ്സാണ്. എവിടെ എല്ലാ ജോലിക്കും സ്ട്രെസ് ഉണ്ടല്ലോ. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും, ഈവൻ എന്നെ കൊണ്ട് ജയിലിൽ പിടിച്ചിട്ടാലും അവിടെ ഉള്ളവരുമായിട്ട് കമ്പനിയായിട്ട് പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ. അവരെ ചിരിപ്പിച്ച് അവരെ സെറ്റാക്കി അവിടെ ഒരു എന്താ പറയേണ്ടത്, ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി ഞാൻ എല്ലാവർക്കും. അത്രേ ഉള്ളൂ. സോണിയ, 2 ക്വസ്റ്റ്യൻ. ജേഡു ഏത് ക്ലാസ്സിലാണ്? ജേഡു കുട്ടൻ ഗ്രേഡ് 6. യെസ്, 11ാം. ജസ്റ്റിൻ പള്ളിക്കത്തോടാണോ? ലിറ്റിയുടെ സ്ഥലം എവിടെ? ജസ്റ്റിൻ പള്ളിക്കത്തോടാണ്. എൻ്റെ സ്ഥലം എവിടെ? ജസ്റ്റിൻ വാഴൂർ, 4 മൈൽ. വാഴൂർ ജോസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുള്ളിയുടെ വീടിനടുത്താണ് എൻ്റെ വീട്. റുക്സാന, what is the lesson you have learned in life experience of living in abroad? എന്നാ പറഞ്ഞു?
അത് എന്നോടല്ലോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടില്ല. What is the lesson you have learned in life experience of living in abroad? ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ എബ്രോഡ് ജീവിക്കുമ്പോൾ നമ്മൾ അടിച്ചു പൊടിച്ച് മാക്സിമം അങ്ങ് ജീവിക്കുക, അത്രേ ഞാൻ കാണുന്നുള്ളൂ. എബ്രോഡ് ജീവിക്കുമ്പോൾ നമ്മൾ ഏത് കൺട്രി ജീവിക്കുന്നോ ആ കൺട്രിയുടെ കൾച്ചറൊക്കെ മനസ്സിലാക്കി അവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കി നമ്മൾ ജീവിതം അടിച്ചു പൊളിക്കുക. നമ്മളിവിടെ കാശൊക്കെ പിശുക്കി കൂട്ടി നാളെ നമുക്ക് എന്ത് പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മക്കൾക്ക് നല്ല ഹെലികോപ്റ്റർ പോകുന്നതെന്ന് തോന്നുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, പേരൻസിനെ ഹെൽപ്പ് ചെയ്യുക, ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുക, നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. നാളത്തേന് വെച്ചാൽ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്തിട്ടൊന്നും നാളെ നമ്മളാരും നോക്കാനും കാണുകയല്ല. ദാറ്റ്സ് ഇറ്റ്. സോണിയ ജോസ് ലവ് മാരേജ് ആണോ? യെസ്. മഞ്ജു പിള്ള, ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് OPD ടൈമിംഗ് എങ്ങനെയാണ്? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് അല്ല, എല്ലാ OPD ടൈമിങ് രാവിലെ 8 to 5 ആണ് OPD ടൈമിങ്. 12 to 1 ബ്രേക്ക് ടൈമാണ്. പിന്നെ ഈവനിങ് ക്ലിനിക് ഉണ്ട്, എല്ലാ OPയിലും ഈവനിങ് ക്ലിനിക്കും ഉണ്ട്. ഈവനിങ് ക്ലിനിക് അണ്ടിൽ 9 o'clock വരെ ഈവനിങ് ക്ലിനിക്കും. ദാറ്റ്സ് ഇറ്റ്. ചേച്ചിക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടോ? വാട്ട് മേഡ് യു സ്റ്റാർട്ട് ദിസ് ചാനൽ? വേറെ എന്തെങ്കിലും കൺട്രിയിലോട്ട് മൂവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ലോട്ട്സ് ഓഫ് ലവ്. പാലക്കാരി നീതു അല്ലേ? പാല. ഞാൻ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് മൂവ് ചെയ്യാൻ ഇതുവരെ തോന്നിയിട്ടില്ല, ഇനിയും തോന്നാതിരിക്കട്ടെ. പിന്നെ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇപ്പോൾ ഏണിങ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അത് കൂട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ. വേറെ രണ്ടും കൂടെ ചോദിച്ചായിരുന്നല്ലോ. ഞാനോ? താങ്ക് യു. എനിക്കറിയാം, എന്നെ ഇടയ്ക്ക് പൊക്കി പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോണിയ പറഞ്ഞിട്ടുണ്ട് പിന്നെയും ഞങ്ങളുടെ സ്ഥലം കൊഴുവനാലാണ്. ഈ സോണിയ നമ്മുടെ സോണിയ വല്ല ആണോ? കുറെ സോണിയല്ലോ. കൊഴുവനാൽ. ഞങ്ങൾ പള്ളിക്കത്തോടാണ് സോണിയ, പള്ളിക്കത്തോട്. ആയിരുന്നു. വിദ്യ വളരെ ഇഷ്ടമാണ്. ഓരോ വീഡിയോസും പെട്ടെന്ന് തീർന്നു പോകുന്നു, അറിയാവുന്നില്ല എന്ത് ചെയ്യും. അമ്മേ, ഞാൻ ഇടയ്ക്കെല്ലാം പറ്റുമ്പോൾ വീഡിയോ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജോലി 12 hours ഷിഫ്റ്റ് ആയതുകൊണ്ട് ഓഫ് ഉള്ളപ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്കൊരു പാഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇതുങ്ങളെ കൊണ്ട് വലിയ പാടാന്നേ മാനേജ് ചെയ്യാൻ ഞാൻ കഷ്ടപ്പെടും. അതാ. താങ്ക് യു ഷാനാസ്. വളരെ നല്ലൊരു ഇതാണത് ക്വസ്റ്റ്യൻ. കുറച്ചായിട്ടാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് എപ്പോൾ, എങ്ങനെ? സുചിത്ര. ഞങ്ങൾ ഇതുപോലെ സുജിത് ഭക്തനുമാണ്. സുചിത്ര. ഞങ്ങൾ രണ്ട് കണ്ടുമുട്ടത് ഇപ്പൊ ഒരു 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു. സുചിത്രയ്ക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 9ാം ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് അവിടെ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി, സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. അപ്പൊ ജസ്റ്റിയെ കണ്ടപ്പോ എന്റെ ജസ്റ്റിയുടെ മനസ്സിൽ പറഞ്ഞു ഇതാണ് നിനക്കുള്ള പെണ്ണ്, നിന്റെ ഭാര്യയല്ലെന്ന്. അപ്പൊ ജസ്റ്റിക്ക് അടിച്ചു. അപ്പൊ ജസ്റ്റി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല, ജസ്റ്റി ഇഷ്ടമാകുന്നതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുഴപ്പമില്ല, ഒരു വലിയ ബുദ്ധിജീവി, ഒരു പഠിപ്പിസ്റ്റ്. എനിക്ക് സത്യം ഞാൻ കണ്ണിൽ കാണുന്നതായിരുന്നു. പക്ഷെ ജസ്റ്റി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എന്നാ നടത്തില്ല, ലോലയെ ഞാൻ വീണ് പോയി. അതാണ് സംഭവം. പിന്നെ അല്ല, വേറൊരു കാര്യം പറയാം. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ചില സമയം ഒരു ഇത് നീണ്ടുപോകുന്നതല്ല. നമുക്ക് വേണ്ടിയിട്ടുള്ളവരെ ദൈവം എവിടെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയത്തില്ലേ? എനിക്ക് വേണ്ടിയിട്ട് കണ്ടുവച്ചതാ ദൈവം. ഇത് എന്തൊക്കെ പറഞ്ഞാലും എന്നെ മനസ്സിൽ ജസ്റ്റേ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്കും എന്നെ പോലെ ഒരാളെ മനസ്സിൽ ചെയ്യാൻ പറ്റത്തില്ല. പോരെ, സുഖിച്ചില്ലേ? ലൈഫിൽ നേരിട്ട ഒരു ചാലഞ്ചിങ് എക്സ്പീരിയൻസ്. ലിറ്റി എപ്പോഴും വളരെ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. എപ്പോഴെങ്കിലും ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഓവർകം ചെയ്തു? ലക്ഷ്മി. ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ജേഡു ഉണ്ടായിക്കെ കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ജേഡു ഇച്ചിരി ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് ഈ ജോലി ആ സമയത്തൊക്കെ ഞാൻ നൈറ്റ് തന്നെ ആയിരുന്നു. നമുക്ക് കുഞ്ഞു കൊച്ചിനെ നമുക്ക് മെയ്ഡിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പാടല്ലേ. അപ്പോൾ ഞാൻ ഉറങ്ങാതിരുന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും, വീട്ടിൽ വന്ന് കൊച്ചിനെ നോക്കി. അങ്ങനെ എനിക്കൊന്ന് അങ്ങനെ ജോലിയുടെ സ്ട്രെസ് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജേഡു ഉണ്ടായി കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കൊച്ചിന് വേണ്ടി നോക്കുന്നത് അല്ലേ, നോക്കിയതൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട്. ആ സമയത്ത് എനിക്കൊന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെയോ ഒക്കെ ആയിരിക്കാം. എനിക്ക് ഞാൻ ഡിപ്രഷനോട്ട് പോയി മരുന്നൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ എനിക്ക് ഉണ്ടാകാറുണ്ട്. ഡിപ്രഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട് അല്ലേ ചേച്ചി? ചില സമയത്ത് എന്നെ പിടിച്ചാൽ കിട്ടാൻ മേലാത്ത അവസ്ഥ വരാറുണ്ട്. പക്ഷെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും. കാരണം ഈ ജസ്റ്റിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല അതൊരു ഡിപ്രഷനാണ്. ഞാൻ നിസ്സാര കാര്യത്തിന് കൊച്ചിനെ പിടിച്ചടിക്കുക, ഇടിക്കുക, കൊച്ചിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. എന്നിട്ട് രാത്രി ഞാൻ സൈക്കോ. എന്നിട്ട് രാത്രി ഞാൻ തന്നെ പട്ടി കാർന്നവരെ ഞാൻ തന്നെ ഇരുന്ന് കാറുകാൻ പോകുന്നത്, കണ്ണീര് കുടിക്കുക. ഇത് തന്നെ. അത് എനിക്ക് തോന്നുന്നു ഒരുമാതിരി പെണ്ണുങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ സൊല്യൂഷനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഞാൻ ഇതിനകത്ത് വീഡിയോ ഇടും. ഞാൻ തന്നെ കാണും, ഞാൻ തന്നെ എൻ്റെ വീഡിയോ കാണും.
എന്റെ വീഡിയോ കാണുന്നതിൽ 99.9% ഞാൻ തന്നെ വീഡിയോ കാണും, ഞാൻ തന്നെ കമന്റ് വായിക്കും, ഞാൻ തന്നെ ചിരിക്കും. ഇതൊക്കെയാണ് എന്റെ ഡിപ്രഷനുള്ള മരുന്ന്. അല്ല, ഡിപ്രഷൻ മരുന്നൊന്നും കഴിച്ചിട്ട് വലിയ ഡിപ്രഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ലൈഫ് എങ്ങനെയാണ് പോസിറ്റീവ് ആക്കി വെക്കുന്നതെന്നോ, എപ്പോഴും ചിരിച്ചാണല്ലോ കാണുന്നത്. നമ്മുടെ ലൈഫ് ഹാപ്പി ആവണോ സാഡ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. നമ്മുടെ ലൈഫിൽ കയറി നമ്മളെ വിഷമിപ്പിക്കാൻ ഒരു ആൾക്കും പറ്റത്തില്ല. നമ്മൾ തീരുമാനിക്കണം നമ്മൾ മൂഡ് ഓഫ് ആവണം, അല്ലെ നമുക്ക് സങ്കടം വരണം, അല്ലെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേറെ ആരെക്കൊണ്ട് നമ്മളെ ഹാപ്പി ആക്കിക്കാൻ ഒരാൾക്കും പറ്റിയല്ല. ചുമ്മാ നിക്കളിയിട്ടായിരുന്നു ഹാപ്പി ആകുകയല്ല, നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പൊ നമ്മൾ തന്നെ കണ്ടെത്തണം അതിനുള്ള സൊല്യൂഷൻ. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിരിച്ച് കളിച്ച് എല്ലാവരുടെയും കൂട്ടുകൂടിയിരിക്കാനാണ് ഇഷ്ടം. എനിക്ക് എന്നോട് ഒരാൾ ഒരു ദിവസം വേണ്ടിയില്ലേ പോലും എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ലെവലിൽ പോകുന്ന ഒരു കുട്ടിയാണ്. പോരെ പിന്നെ You are so positive and happy person. When I saw you in Seha uniform, I remember my past days. I was also in Seha staff and worked in Alain. Your presentation is very nice. Keep going on. താങ്ക് യു. Jibin. ജിബിൻ മിക്കവാറും ഏതെങ്കിലും ഹസ്ബൻഡിന്റെ ഐഡിയ ഏതെങ്കിലും വൈഫ് ഇട്ടതായിരിക്കാം. എല്ലാ ദിവസവും വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മുസഫ വരുമ്പോ പറയണം. ലിറ്റിക്ക് അൽബാദമാൾ പോകുന്ന പോലെയാണ് എനിക്ക് ദൽമാമോൾ. എനിക്ക് ഡെൽമാമോൾ ഭയങ്കര ഇഷ്ടമാണ്. ജസീല ഡെൽമാമോൾ എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ദൂരക്കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അധികം വരാത്തത്. പക്ഷെ ഞാൻ എനിക്കും ഇഷ്ടമുള്ള ഒരു ഷോപ്പിംഗ് മോൾ കേട്ടോ. ഇനി വരുമ്പോൾ പറയാവേ. Stella, happy and thrilled to see this question and answer section. അതേ ഉള്ളൂ. അസീന, നിങ്ങൾ അബുദാബിയിലായിട്ട് എത്ര വർഷമായി? ഇവിടുന്ന് ഇനി വേറെ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പറയൂ. അബുദാബിയിലായിട്ട് എത്ര? 12 വർഷം. ഞാൻ അബുദാബിയിലായിട്ട് 15 വർഷമായി. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ച് നഴ്സിംഗ് പഠിച്ച ഉടനെ ഞാൻ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് 1-1.5 വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ കല്യാണമൊക്കെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മേ ഈ മുതൽ അബുദാബിക്ക് വരുന്നത്. അത്രേ ഉള്ളൂ. അത്രയും അത് തന്നെ. അതിന് വേറെ ഏതെങ്കിലും കൺട്രീസിൽ സെറ്റിൽ ആകാൻ താല്പര്യം ഉണ്ടോ? ജസ്റ്റിയുടെ കുഞ്ഞമ്മ ഫിൻലാൻഡിൽ ഇരിക്കുന്നു. എനിക്കറിയാം. ഫിൻലാൻഡ് എല്ലാരെയും കാണപ്പെട്ടു. ശരിക്കും ആണോ ജസ്റ്റ്? നിനക്ക് ഫിൻലാൻഡിൽ പോകണം. അവിടെ ഫിൻലാൻഡിൽ കൂടെ ഒന്നും ബസ് ഓടിക്കാൻ പറ്റത്തില്ല. എന്റെ ഫിൻലാൻഡ് പെറ്റൽസ് മുമ്പേ വായിച്ചാണോ പെറ്റൽസ്? താങ്ക് യു പെറ്റൽസ്. ഈ അടുത്തിടയ്ക്കാണ് വീഡിയോ കാണാൻ തുടങ്ങിയത്. ലിറ്റിയുടെ വീഡിയോ കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ ആണ്. ഗോഡ് ബ്ലസ്. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് അറിയില്ല. ഹായ് പറഞ്ഞാൽ മതി. ഹായ് ടീനയ്ക്ക് ഒരു ഹായ്. അയ്യോ ജസ്റ്റ് ഹായ് പറഞ്ഞേക്കും. സമാധാനം. സീക്രട്ട് ബിഹൈൻഡ് യുവർ ഹാപ്പി സ്മൈൽ ആൻഡ് കൂൾ ആറ്റിറ്റ്യൂഡ്. റേച്ചൽ, എന്ത് സീക്രട്ടാ? എനിക്കറിയില്ല എന്റെ സീക്രട്ട്. നമുക്ക് നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടുക എന്നുള്ളത് അല്ലേ? എന്റെ സീക്രട്ട് കുന്തോ ഒന്നുമല്ല. നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ ചിരിക്കണം, നമ്മൾ സന്തോഷിക്കണം, നമ്മൾ ഉല്ലസിക്കണം എന്നൊക്കെ. അതുകൊണ്ട് എല്ലാ പെമ്പിളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കൂ. പഠിച്ചു കഴിഞ്ഞ ഉടനെ കല്യാണം എന്ന് വീട്ടുകാർ പറയും. ഒരിക്കലും പോയി കല്യാണത്തിലോട്ട് ചാടരുത്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ടേ നിങ്ങൾ കല്യാണം കഴിക്കാവുള്ളൂ. പഠിച്ചു കഴിഞ്ഞ് ജോലിയും കിട്ടിക്കഴിഞ്ഞ് കല്യാണം വരെയുള്ളൊരു പീരീഡ് ഇല്ലേ, ആ ഒരു പീരീഡാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല പീരീഡ്. ഞാൻ എൻ്റെ നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ജസ്റ്റിക്കകത്ത പ്രശ്നമില്ല. പക്ഷെ എന്നാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പുള്ള 1-2 വർഷം. നമ്മളിങ്ങനെ പൂമ്പാറ്റിയായിട്ട് പറന്നങ്ങ് നടന്നതല്ല. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. രാവിലെ എപ്പോഴും എഴുന്നേക്കുന്നു, ഉറങ്ങുന്നു. അതൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കൊച്ചൊക്കെ ഒരു അമ്മ ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആസ് എ വൈഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നേ. പക്ഷെ അതങ്ങനെയല്ലല്ലോ. മറ്റേത് നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വേണം ഓവർ ടൈം ചെയ്യുന്നു, നമ്മൾ അടിച്ചു കുടിക്കുന്നു, നമ്മൾ കറങ്ങുന്നു, നമ്മൾ തിന്നുന്നു, നമ്മൾ കുടിക്കുന്നു, അങ്ങനെയൊക്കെ. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. പഠിച്ച് ഒരു ജോലിയാകുക, ജോലി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുമോ എന്ന് വേണം ചെയ്യാം.